മലങ്കര ദർശൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ അഭിമുഖം. വീണ്ടും ശ്രീ നയനൻ കെ പുന്നവേലി നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിൻ്റെ ഗാനരചനയുടെ പ്രത്യേകതകളെക്കുറിച്ചും അതിൻ്റെ ആഴമായ സ്വാധീനത്തെക്കുറിച്ചും നമുക്ക് വീണ്ടും ഇന്നത്തെ അഭിമുഖത്തിലൂടെ ശ്രദ്ധിക്കാം. അഹങ്കരിപ്പാൻ വന്ധനമോ, വീണുപോവാൻ യാതനയോ. അഹങ്കരിപ്പാൻ വന്ധനമോ, വീണുപോവാൻ യാതനയോ. ആകരുതേ അത്യുന്നത നിത്യവും വൻകൃപത. കലങ്ങേണ്ട മനമേ, കരുതുവാൻ നിനക്കായി അരികിൽ പൊന്നേശുണ്ട്. വിശ്വാസപ്പടകിൽ ഓളങ്ങളേറുമ്പോൾ ആകുലം വേണ്ടിനിയും. ഒഴുക്കുകൾക്കെതിരെ നീ തുഴഞ്ഞിടുമ്പോൾ, കരം കുഴഞ്ഞേറ്റവും വലഞ്ഞിടുമ്പോൾ, ഉണ്മയിൽ വഴി നടത്താൻ ഉയിർത്തന്നൊരുടയോനില്ലേ. അവൻ നല്ല ഇടയനതാൻ. കലങ്ങേണ്ട മനമേ, കരുതുവാൻ നിനക്കായി അരികിൽ പൊന്നേശുണ്ട്. സാറ് സാധാരണ ഗാനങ്ങൾ രചിക്കുകയും സാറിൻ്റെ ഗാനങ്ങൾ പാടുകയും ചെയ്യുന്നത് കൺവെൻഷനുകൾക്കാണ്. എന്നാൽ കൺവെൻഷനുകൾക്കല്ലാതെ സാറ് ഗാനങ്ങൾ രചിച്ചിട്ടുണ്ടോ? കൺവെൻഷൻ ഗാനങ്ങൾ പോലും മറ്റ് പല വേദിയിലും പാടിയിട്ടുണ്ട്. ഓക്കെ. കൺവെൻഷൻ അല്ലാതെ ഞാൻ ഗാനങ്ങൾ രചിച്ചിട്ടുള്ളത് ചില തീം സോങ്ങുകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പം VBS വർഷങ്ങളോടും തീം സോങ് എഴുതിയിട്ടുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഗാനങ്ങൾ. പിന്നെ ചില കോൺഫറൻസുകൾക്ക് അതിനോട് ആവശ്യപ്പെടുന്നതനുസരിച്ച് ഞാൻ തീം സോങ് അത് ഞാൻ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് എഴുതി കൊടുക്കാം. സാറിൻ്റെ സാധാരണമായിട്ടുള്ള പാട്ടുകൾ കൺവെൻഷൻ പന്തലിലാണ് കേൾക്കാറ്. കൺവെൻഷനുകൾക്ക് വേണ്ടിയാണ് സാറ് പാട്ടുകൾ എഴുതാറ്. എന്നാൽ നമ്മുടെ മറ്റ് സംഘടനകൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് VBS, സൺഡേ സ്കൂൾ, യുവജന സഖ്യം എന്നിവയുള്ള സംഘടനകൾക്ക് വേണ്ടി സാറ് പാട്ടുകൾ രചിച്ചിട്ടുണ്ടോ? ഉണ്ട്. അത് കൺവെൻഷൻ ഗാനങ്ങൾ തന്നെ പുറത്ത് സെക്യുലർ വേദികളിൽ പാടുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരിക്കൽ മല്ലപ്പള്ളിയിൽ അവിചാരിതമായിട്ട് വന്നപ്പോൾ AK ആൻ്റണി പങ്കെടുക്കുന്ന ഒരു സമ്മേളനം, അവിടെ ഞാൻ പെട്ടെന്ന് അന്ന് സ്കൂട്ടർ നിർത്തി AK ആൻ്റണി ഒന്ന് കാണാമല്ലോ നിർത്തിയപ്പോൾ, ഈശ്വര പ്രാർത്ഥന ഇപ്പോൾ നടക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി ദൈവമേ അങ്ങേ സന്നിധി എന്നുള്ള പാട്ട് ഭംഗിയായിട്ട് ഈണത്തിൽ പാടി എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചു. ആ ഗാനം സ്കൂളുകളിൽ പാടുന്നുണ്ട്, സ്കൂളിൽ പ്രയർ സോങ് ആയിട്ട് പാടുന്നുണ്ട്. ഓക്കെ. ഏതായാലും ഒരു പ്രാർത്ഥനാ ഗാനമാണല്ലോ ഈ എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ. നമുക്ക് ആ പ്രാർത്ഥനാ ഗാനം ഒന്ന് പാടി ആരംഭിക്കാം. ദൈവമേ അങ്ങേ സന്നിധേ ഞങ്ങൾ വന്നണയും യാമത്തിൽ, തൃക്കൺ പാർക്കണേ കൃപയേകണേ, ആശിഷം നൽകിടേണമേ, ആശിഷം നൽകിടേണമേ. തവ നാമം ഞങ്ങൾ കാമോദം നിയതം, അരുൾ വരദാ കൃപ ചൊരിയൂ നീ. തവ നാമം ഞങ്ങൾ കാമോദം നിയതം, അരുൾ വരദാ കൃപ ചൊരിയൂ നീ. തിരുശക്തി ഞങ്ങൾ കരുളേണം ഇന്നീ മംഗള യോഗ വേളയിൽ, മംഗള യോഗ വേളയിൽ. ഇത് സാധാരണ ഒരു മംഗളകാരങ്ങൾക്കൊക്കെ മംഗള സമയങ്ങൾക്കൊക്കെ പാടാവുന്നത്. ഇത് ഏത് സന്ദർഭത്തിലാണ് സാർ ഇത് എഴുതിയത്? ഇത് 88-ലാണ് ഈ പാട്ട് എഴുതുന്നത്. ദൈവം താൻ സ്നേഹിക്കും മാനവർ കേൾക്കുന്ന നന്മകൾ അത്ര ഭാരം എന്നുള്ള പാട്ടും ഇതും കൂടെ ഒരാഴ്ചയിൽ കിട്ടിയ പാട്ടാണ്. എന്തെങ്കിലും പ്രത്യേക സന്ദർഭത്തിലാണോ ഈ പാട്ട് എഴുതിയത്? അതെ, ഞാൻ ധ്യാനത്തിൽ തന്നെയാണ്. ഞാൻ കുറഞ്ഞ് നിന്റെ നാമം വലുതാകണം, അതാണ് ആ പാട്ടിൻ്റെ കാതൽ. ദൈവസന്നിധിയിൽ ഞാൻ താണ് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണമെന്നുള്ള ആഗ്രഹം. ദൈവം താൻ സ്നേഹിക്കുമെന്നുള്ള പാട്ട്, ആ പാട്ടും അന്ന് എൻ്റെ വിവാഹത്തിൻ്റെ ദിവസം രാവിലെ അവിചാരിതമായിട്ട്
റേഡിയോയിൽ ഞാൻ രാവിലെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് പാടിയ ദൈവം താൻ സ്നേഹിക്കും എന്നുള്ള പാട്ട് പാടി എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം അതിനകത്ത് പ്രത്യേക ഒരു വരികളുണ്ട്. കാക്ഷിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം താതൻ പുലർത്തിയിടുന്നു, കാനാവിലെ നൽവീങ്ങിലും കാനാവിലെ നൽവീങ്ങിലും മാധുര്യമായവ നൽകിയിടും താൻ, ദൈവം താൻ സ്നേഹിക്കും മാനവർക്കേകുന്ന നന്മകൾ എത്ര പാരം. കൂട്ടത്തിൽ ഞാൻ ചോദിച്ചോട്ടെ, ഈ പാട്ട് സാർ വിവാഹത്തിന് ഒരുങ്ങി ഇറങ്ങുമ്പോഴാണ് കേട്ട് എന്ന് പറഞ്ഞല്ലോ. അതിലും പറയുന്നത് യാചിക്കുന്നതിനേക്കാളും പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഒക്കെ അധികമായി നൽകുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ സാറിൻ്റെ വിവാഹ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ളത് അങ്ങനെയുള്ള അനുഗ്രഹം തന്നെയാണോ? തീർച്ചയായിട്ടും. ആ കുടുംബജീവിതത്തെക്കുറിച്ച് ഒരു ചെറിയ വിവരണം നൽകാമോ? എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അവൾ വളരെ നിഷ്കളങ്കയും നല്ലപോലെ പ്രാർത്ഥിക്കുന്ന എനിക്ക് വളരെ താങ്ങും തണലുമുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആത്മീക ജീവിതത്തിൽ വലിയൊരു ഉത്തേജനമാണ് അവൾ, എൻ്റെ പ്രിയപ്പെട്ടവൾ. അപ്പോൾ തീർച്ചയായിട്ടും കാക്ഷിക്കുന്നതിലും യാചിക്കുന്നതിലും അധികമായിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പ് തന്നെയാണ്. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ പദ്ധതിയിൽ കൂടെയാണ് പോയിട്ടുള്ളത്. സാർ, ആ VBS പാട്ടെഴുതുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഏതെങ്കിലും ഒരു പ്രത്യേക ഗാനം ഓർക്കുന്നെങ്കിൽ ഒന്ന് കുട്ടികളും പ്രേക്ഷകരുടെ കൂട്ടത്തിൽ കാണുമല്ലോ, ഒന്ന് പാടുന്നത് നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നത് മഹിമകൾ പാടി വണങ്ങിയിടാം. മഹിമകൾ പാടി വണങ്ങിടാം, മഹിതലനാഥനെ വാഴ്ത്തിടാം, മോദമെഴും തൻ തിരുസവിധം, മഹോജ്വലം തൻ തിരുനാമം. മരുവിൽ മന്ന അരുളിയവൻ, മാറായിൽ മാധുര്യമേകിയവൻ, മനം തകർന്നവരിൽ സാന്ത്വനവും രക്ഷയിൻ മോദവുമേകിയവൻ. മഹിമകൾ പാടി വണങ്ങിടാം, മഹിതലനാഥനെ വാഴ്ത്തിടാം, മോദമെഴും തൻ തിരുസവിധം, മഹോജ്വലം തൻ തിരുനാമം. ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയായിരുന്നു, ഇന്ന് ചിലർക്കെങ്കിലും കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് മാത്രം പാടി കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. എന്നാൽ സാറിൻ്റെ ഗാനങ്ങൾ വ്യത്യസ്തമായ ആശയങ്ങളുള്ളതാണ്, സംശയമില്ല. ഈ രണ്ട് ആശയങ്ങളും, ഇന്നത്തെ ജീവിത യാഥാർത്ഥ്യവും വിശ്വാസവും കർത്താവിൻ്റെ രണ്ടാം വരവും അതിനെക്കുറിച്ച് അതിനെ ഒരുക്കുന്നതായ ഒരു അനുഭവം, അത് എങ്ങനെയാണ് സന്തുലിതമായി ഗാനങ്ങളിലൂടെ നമുക്ക് പ്രേക്ഷകർക്ക്, നമുക്ക് വിശ്വാസികൾക്ക് നൽകാനായിട്ട് കഴിയുക? സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഇന്നിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഗാനങ്ങൾ എപ്പോഴും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ കർത്താവിൻ്റെ വരവിനും പ്രാധാന്യമുണ്ടല്ലോ. തീർച്ചയായും കർത്താവിൻ്റെ വരവിനെ പറ്റിയുള്ള പാട്ടുകളും ഉണ്ടാവണം. തിരിയെണ്ണത്തെ പറ്റി നമ്മളെപ്പോഴും സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ വെളിവാക്കുന്ന ഗാനങ്ങൾ നമുക്കുണ്ടാകണം. ഉദാഹരണം, മനുഷ്യ സ്നേഹം, പ്രകൃതി സ്നേഹം, ദൈവത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സാക്ഷി നിലനിർത്തുന്ന ഗാനങ്ങൾ, ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ നമ്മുടെ പാട്ടുകളിൽ കൂടി സന്നിവേശിപ്പിക്കണം, സംവേദനം ചെയ്യപ്പെടണം. അതുകൊണ്ടാണ് സാറ് പറയുന്നത് കഷ്ടങ്ങൾക്ക് സാരമുണ്ട് എന്ന് പറയുന്നത്. അതെ, തീർച്ചയായും. ഈ ലോക ജീവിതവും വരുവാനുള്ള ലോക ജീവിതവും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്, അതിലെ യാഥാർത്ഥ്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്നാണ് സാർ. തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ കഷ്ടങ്ങൾക്ക് സാരമുണ്ട് എന്ന് പറഞ്ഞ് സാർ എഴുതിയ പാട്ട് വളരെയധികം ആ കാലഘട്ടത്തിൽ പ്രസിദ്ധമായ ഒരു ഗാനമാണ്. എന്താണ് അതിൻ്റെ ഉള്ളടക്കം കൊണ്ട് സാർ ഉദ്ദേശിച്ചത്? ഈ ദാവീദ് പറയുന്നുണ്ട്, കഷ്ടതകൾ എന്നെ ഒരുപാട് ചട്ടം പഠിപ്പിച്ചെന്ന്, കഷ്ടതകൾ എനിക്ക് ഏറെ ഗുണമായെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ ഇത് യാഥാർത്ഥ്യമാണ്. കർത്താവിനെ അറിയുന്ന ആൾ എപ്പോഴും സുഖവും സന്തോഷവും മാത്രമല്ല പ്രതീക്ഷിക്കേണ്ടത്. കാരണം കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചത് കഷ്ടങ്ങളിലൂടെയാണ്. അവൻ കഷ്ടങ്ങളെ ജയിക്കാൻ പഠിപ്പിച്ചു. അവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കഷ്ടങ്ങളെ ജയിച്ചവനാണെന്ന്. അപ്പോൾ ജീവിതത്തിൻ്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് തന്നെ, കൊച്ചിൻ ഉപദേശി തന്നെ പാടുന്നുണ്ട്, ചിലർ കണ്ടും കാണാതെയും പോകുന്നു. കൊച്ചിൻ ഉപദേശിയുടെ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ അന്നത്തെ കാലഘട്ടത്തിലെ യാഥാർത്ഥ്യമായിരുന്നു അത്. അപ്പോൾ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പാടുമ്പോൾ തീർച്ചയായിട്ടും ഈ ദൈവാനുഭവം മറ്റുള്ളവരിലേക്ക് സന്നിവേശിക്കപ്പെടുവാനായിട്ട് സാധിക്കും. കഷ്ടങ്ങൾക്ക് സ്ഥാനം എന്നുള്ള പാട്ട്
എൻ്റെ ജീവിതത്തിലെ ചില കഷ്ടതകൾ. എനിക്കൊരു സഹോദരി ഉണ്ടായിരുന്നു. സഹോദരി വളരെ കഷ്ടതയിൽ കൂടിയാണ് കടന്നുപോയത്. അടുത്ത സമയത്ത് മരിച്ചുപോയി. ആ സമയത്ത് അവളൊരു 5 വർഷം ഒരേ കിടപ്പിൽ കിടന്നു. ആ സമയത്താണ് എനിക്ക് ഈ കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ടെന്നുള്ള പാട്ട് എഴുതാൻ പ്രചോദനം തന്നത്. കാരണം കഷ്ടങ്ങൾ സാരമില്ല എന്ന് പ്രസിദ്ധമായ ഒരു ഗാനമുണ്ട്. ആ ഗാനത്തിനെതിരായിട്ട് ഞാൻ എഴുതിയതല്ല. ആ ഗാനത്തിൻ്റെ ആശയങ്ങളും പൗലോസ് അപ്പോസ്തലനാണ് പറഞ്ഞിരിക്കുന്നത്. കഷ്ടങ്ങൾ സാരമില്ല, വരുവാണ് നിത്യതേജസ്സിൻ്റെ ഘനം ഓർത്താൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പൗലോസ് വേറൊരു ഭാഗത്ത് പറയുന്നത് കഷ്ടതകൾ പിന്നെ സഹനത്തെയും സിദ്ധതയും ഒക്കെ ഉളവാക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ഞാൻ ആ ഒരു കൺസെപ്റ്റാണ് എടുത്തത്. മനസ്സിലായല്ലോ? കഷ്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് ദൈവ അനുഭവത്തിലേക്ക് നടത്തിയിട്ടുണ്ട്. ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ പാട്ട് പാടുന്നത് നല്ലതായിരിക്കും. കഷ്ടങ്ങൾക്കു സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട്. കഷ്ടങ്ങൾക്കു സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട്. ദൈവസ്നേഹമറിഞ്ഞവർക്കും ദൈവവിളി ലഭിച്ചവർക്കും നന്മയ്ക്കായി വ്യാപരിപ്പാൻ വിശ്വാസത്തിൻ ശോധനയാ. കഷ്ടങ്ങൾക്കു സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. കഷ്ടതകൾ നമ്മെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് എൻ്റെ വിശ്വാസം. കഷ്ടത നമ്മെ രൂപപ്പെടുത്തുന്നതാണ് എന്നാണ് സാറ് പറയുന്നത്. തീർച്ചയായും നല്ലൊരു ആശയമാണ്. ഇന്ന് കാലഘട്ടത്തിൽ കഷ്ടത ഒഴിവാക്കാനായിട്ട്, സഹനം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തിൽ കഷ്ടതയിലൂടെയും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ കഴിയും. തീർച്ചയായിട്ടും അത് ദൈവത്തോട് അടുക്കുവാൻ മുഖാന്തരമാണ് എന്ന ആശയം വളരെ മനോഹരമായിട്ടുള്ള ഒരു ആശയം തന്നെയാണ്. സാറേ, ഇന്ന് സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ പിന്നണി ഉപകരണങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്നു എന്ന ഒരു പരാതി കേൾക്കാറുണ്ട്. ഉപകരണ സംഗീതത്തിൻ്റെ ആധിക്യം മൂലം സംഗീതത്തിൻ്റെ ആ ലയം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് ഉള്ള പരാതി സാധാരണ കേൾക്കാറുണ്ട്. എന്താണ് സാറിന് അതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്? സംഗീതോപകരണങ്ങൾ തീർച്ചയായിട്ടും ഗാനങ്ങൾക്ക് അത്യാവശ്യമാണ്. വേദപുസ്തകത്തിൽ നമുക്ക് അറിയാം, ദാവീദിൻ്റെ കാലത്ത് കിന്നരവും മുരജവും വീണയും അതുപോലെയുള്ള ഒരുപാട് ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. വേദപുസ്തകത്തിൽ പറഞ്ഞ യൂബാൽ എന്ന് പറയുന്ന ആളാണ് സംഗീതോപകരണങ്ങൾ കണ്ടുപിടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദാവീദ് ഉണ്ടാക്കിയ കിന്നരങ്ങളോടെ കർത്താവിനെ സ്തുതിച്ചു എന്ന് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യമാണ് സംഗീതം. പക്ഷേ അത് ബാലൻസ് ചെയ്യേണ്ട, ഒരുപാട് സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ബാലൻസ് ചെയ്തില്ലെങ്കിൽ ആ ഗാനത്തിലൂടെ നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നു അത് പ്രകടമായിട്ട് കിട്ടില്ല, അത് ഫലം ചെയ്യില്ല. കാരണം ഉദ്ദേശം നഷ്ടപ്പെടും. കാരണം അതിനകത്തൊരു ആകെപ്പാടെ ഒരു അടിപൊളി എന്നുള്ള മാറിയിട്ട് അതിനകത്തെ ആശയങ്ങൾ ആരുടെ ഹൃദയത്തിലോട്ട് കയറുകയില്ല. അതിൻ്റെ സുന്ദരമായ സംഗീതം ഒഴുകി ഹൃദയങ്ങളിലോട്ട് വരില്ല. ആ കോലാഹലത്തിനകത്ത് പോവുകയാണ് പതിവ്. അതുകൊണ്ട് സാർ പറയുന്നത് ഉപകരണവും സംഗീതവും ഓരോ ഗാനത്തിൻ്റെ അന്തസത്ത, അതിൻ്റെ എസൻസ് മനസ്സിലാക്കിയിട്ടുള്ള ഓർക്കസ്ട്രേഷനെ പാടുള്ളൂ. സാർ 82 മുതൽ മാരാമൺ കൺവെൻഷനിലെ ഗാനങ്ങൾ എഴുതുന്ന വ്യക്തിയാണല്ലോ. സാറിൻ്റെ ധാരാളം ഗാനങ്ങൾ ചേർത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ 10 വർഷമായി മാരാമൺ കൺവെൻഷൻ ഗീതങ്ങളിൽ എഴുതുന്ന ഗാനങ്ങൾക്ക് നീണ്ട കാലം നിലനിൽക്കുന്നില്ല. 1 വർഷം കഴിയുമ്പോഴേക്കും അത് ജനഹൃദയം മറന്നു കളയുന്നു എന്നൊരു പരാതിയുണ്ട്. എന്താണ് അതിന് കാരണം? അതിന് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ആദ്യകാലത്തെ പാട്ടുകൾ കൊച്ചിൻ ഉപദേശിയും KV സൈമൺ സാറും ME ചെറിയാൻ സാറും ഒക്കെയുള്ള ഇന്നുള്ള പല മഹാരഥന്മാരും എഴുതിയിട്ടുള്ള ഗാനങ്ങൾ ഇത്രയും പ്രചുരപ്രചാരം നേടിയത് ഒരുപാട് മാധ്യമങ്ങളുടെ സഹായത്താലല്ല. ആദ്യകാലത്ത് മൈക്ക് പോലും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികർ ദൂരദേശങ്ങളിൽ ചൂട്ടുകറ്റയും കത്തിച്ച് യോഗങ്ങൾക്ക് പോയി പാടിക്കേട്ട പാട്ടുകളാണ് നമ്മുടെ തലമുറകൾ പാടി വന്നത്. അന്ന് കൊച്ചിൻ ഉപദേശിയുടെയൊക്കെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുള്ള അനുഭവത്തിൽ നിന്നുണ്ടായ പാട്ടുകൾ അത് ജനത്തെ ഏറെ സ്വാധീനിച്ചു. ഇന്നും നമ്മൾ പുതിയൊരു പാട്ട് പഠിക്കാൻ ആരും താല്പര്യപ്പെടുന്നില്ല. കേട്ട പാട്ട് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അതേ ഉണ്ട് കുഴപ്പം. ചില പള്ളികളിൽ ചെന്നാൽ പുതിയൊരു പാട്ട് പാടാൻ ചിലപ്പോൾ സമ്മതിക്കില്ല. കേട്ട പാട്ട് തന്നെ പാടട്ടെ,
പഴയ പാട്ട് തന്നെ പാടിയാൽ മതി എന്ന് പറയും. പുതിയൊരു അവസരം ആരും കൊടുക്കുന്നില്ല. എല്ലാവരുടെയും ഒരു തെറ്റായ അതേസമയം വേദപുസ്തകത്തിൽ പറയുന്നു, പിന്നെ പുതിയ ഗാനങ്ങളോടെ കർത്താവിനെ സ്തുതിപ്പീൻ, അല്ലേ? എന്നാ വേദപുസ്തകത്തിൽ പറയുന്നത് പഴയത് പാടണ്ടെന്നല്ല. പുതിയ ഗാനങ്ങൾ പാടാനുള്ള അവസരം കുറയുന്നതാണ് ഗാനങ്ങൾ നിലനിൽക്കാത്തത് എന്നാണോ സാർ പറയുന്നത്? ഞാൻ പറയുന്നത് കൂട്ടായ്മകളുടെ എണ്ണം വളരെ കുറയുന്നുണ്ട്. പാട്ട് കേൾക്കാൻ ആർക്കും സമയമില്ല. ഇന്ന് വീടുകളിൽ എത്ര വീടുകളിൽ വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന 2 പാട്ട് പാടും? ചുരുക്കമായിട്ടില്ലേ? പിന്നെ എവിടെയാണ് പാടുന്നത്? പള്ളിയിൽ ഗായകസംഘം പാടി കേൾക്കും. ഗായകസംഘത്തിൻ്റെ അവിടെ പോയി കേട്ടിരിക്കുകയല്ലാണ്ട് ആര് പാടുന്നുണ്ട്? അതെല്ലാം പാടുന്നവരുണ്ട്, പാടുന്നവരെ ആക്ഷേപിക്കുകയല്ല, പാടുന്നവരുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ ആത്മീയ അനുഭവത്തിൻ്റെ തീഷ്ണത എല്ലാ രംഗത്തും മങ്ങലേറ്റുന്ന പോലെ തന്നെ ഈ ഗാനശാഖയിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എഴുതുന്ന പാട്ടുകൾ ആവർത്തിച്ച് പാടാൻ ആളുകൾ വിമുഖരാകുന്നതാണ് പാട്ട് നിലനിൽക്കാതിരിക്കാനുള്ള കാരണം, അല്ലേ? പുതിയൊരു പാട്ട് പിന്നെ പാടി കേൾക്കും, പക്ഷേ വീണ്ടും അവർ പാടി പഠിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. പഴയത് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ശരി. അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ വർഷം മാരാമൺ കൺവെൻഷൻ ഉൾപ്പെടുത്തിയ സാറിൻ്റെ ഒരു പാട്ട് അത് ആളുകൾക്കൊന്ന് വിശകലനം ചെയ്യാനായിട്ട് സഹായിക്കും. സാറ് പറഞ്ഞ ഈ ആശയമായി സാറ് കഴിഞ്ഞ വർഷം എഴുതി ചേർത്ത പാട്ട് ഒന്ന് പാടുന്നത് നല്ലതായിരിക്കും. പാവനാത്മാവേ പാത കാട്ടണമേ, പാതയിൽ ഒളിയായി എന്നെ പാലിച്ചിടണമേ. പാവനാത്മാവേ പാത കാട്ടണമേ, പാതയിൽ ഒളിയായി എന്നെ പാലിച്ചിടണമേ. വളരെ വ്യത്യസ്തമായും മനോഹരമായും ചിട്ടപ്പെടുത്തിയ ഒരു ഗാനം. ഞാൻ ചോദിക്കട്ടെ, 300ഓളം ഗാനങ്ങൾ ഇതിനോടൊപ്പം രചിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സംഘടനയുടെയോ സഭയുടെയോ അംഗീകാരം, പ്രത്യേകമായ അവാർഡ് സാറിന് ലഭിച്ചിട്ടുണ്ടോ? 22ഓളം അവാർഡുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല മാരാമൺ കൺവെൻഷൻ ഗാനങ്ങൾക്കുള്ള അബുദാബി മാർത്തോമ ഗായക സംഘത്തിൻ്റെ 6 പ്രാവശ്യം വിവിധ ഗാനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. 2002 ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ജീവൻ സംരക്ഷണ സമ്മേളനം കാസർഗോഡ് മുതൽ പാറശാല വരെ ക്രമീകരിച്ചതിൽ ഞാനാണ് ഗാനശുശ്രൂഷ നടത്തിയത്. അതിനെനിക്ക് പ്രത്യേക പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായി. CSI ദക്ഷിണ കേരള മഹായിടവക മോശമത്സരം ശാസ്ത്രീയ പുരസ്കാരം എനിക്ക് തരികയുണ്ടായി. കഴിഞ്ഞ വർഷം മാർത്തോമ സഭയുടെ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ അവാർഡ് ലഭിച്ചു, ഏറ്റവും നല്ല സംഗീതത്തിനുള്ളത്. എന്നാൽ നമുക്ക് ആ നിനക്കായി മരക്കുരിശിൽ നിന്ന് ആരംഭിക്കുന്ന ആ ഗാനം ഒന്ന് കേൾക്കാം. എനിക്കായി മരക്കുരിശിൽ ജീവയാഗമായവനേ, എനിക്കായി മരക്കുരിശിൽ ജീവയാഗമായവനേ, നിനക്കായി ഞാൻ എന്തു നൽകും എൻ്റെ യേശുരക്ഷകനേ. സാറ് സ്വന്തമായിട്ടൊരു ട്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ട്രൂപ്പ് ഇപ്പോൾ നയിക്കുന്നുണ്ടല്ലേ? അതിൻ്റെ പേരെന്തായിരുന്നു? വോയിസ് ഓഫ് സറാഫ്. വോയിസ് ഓഫ് സറഫ്. എന്താണ് വോയിസ് ഓഫ് സറഫ് എന്നതിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം? പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണോ? അതെ, 1993 ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് നമ്മുടെ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനിയായിരുന്നു അതിൻ്റെ പേട്ടർ. തിരുമേനിയോടൊത്ത് ഒരുപാട് തവണ ജയിലുകളിൽ പോയി മിനിസ്റ്ററി നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അനാഥാലയങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ഈ ആത്മഹത്യക്കും പൊതുമുതൽ നശിപ്പിക്കലിനെതിരും വിഘടനവാദത്തിനെതിരെയൊക്കെ സാമൂഹിക തിന്മകൾക്കെതിരായിട്ട് കവലകളിൽ, കോളനികളിൽ, സ്കൂളുകളിൽ ഒക്കെ പോയി പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. ഈ സാമൂഹിക തിന്മകൾക്കെതിരെ പാടിയ പാട്ടുകൾ ഏതെങ്കിലും ഓർമ്മയുണ്ടോ? അത്തരത്തിൽ പ്രത്യേകമല്ല തീം വെച്ചുള്ള ഗാനങ്ങളുണ്ടോ? അങ്ങനെയാണെങ്കിൽ 1-2 വരികൾ തന്നെ കേൾക്കാമല്ലോ. മദ്യം വിഷമാണേ,
നാശത്തിൻ ചഷകമത്, നരക കവാടമത്, മരണത്തിൻ മാർഗമത്, ഓ മദ്യം കുടിക്കരുതേ. അതൊരു ഗാനം. പിന്നെ ആത്മഹത്യക്കെതിരെ ഒരു ഗാനമുണ്ട്. ആത്മഹത്യ കേരളം മുഴുവൻ ഞങ്ങൾ 2002 കാസർഗോഡ് മുതൽ പാറശാല വരെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പാടിയ പാട്ടാണ്. അരുതരുതേ ആത്മഹത്യകൾ, അരുതരുതേ അരുതേ അരുതേ അരുതരുതേ ആത്മഹത്യകൾ, അരുതരുതേ. ഒന്നിനും പരിഹാരമാവില്ലത്, പ്രശ്നങ്ങൾ വഷളാക്കി തീർക്കുമത്. വീടിനു നാശം, നാടിനു ദോഷം, നിനക്കു ശാപം. അരുതരുതേ ആത്മഹത്യകൾ, അരുതരുതേ. ഈ ഗാനങ്ങൾ ഏതെങ്കിലും ചിത്രീകരിച്ചിട്ടുണ്ടോ? അത് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരുപാട് ഗാനങ്ങൾ ഇറക്കാനും വെളിച്ചം കാണാത്ത ഒരുപാട് പാട്ടുകൾ ഇനിയുമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പാടിയ ഈ 2 പാട്ടുകളും ഇത്രയും വേഗം ചിത്രീകരിക്കുന്നത് സമൂഹത്തിന് ആകമാനമായി ഒരു അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ള അടുത്ത ചോദ്യം, കൺവെൻഷനുകളിലാണല്ലോ, വചനഘോഷണ രംഗങ്ങളിലാണല്ലോ പാട്ടുകൾ അധികവും പാടുന്നത്. ഗാനങ്ങൾക്ക് ഈ വചനഘോഷണത്തിൽ എന്താണ് പ്രാധാന്യം? അതിൻ്റെ സ്വാധീനം എത്രമാത്രമുണ്ട് എന്ന് സാറ് മനസ്സിലാക്കിയിട്ടുണ്ടോ? രണ്ടും പരസ്പര പൂരകമാണ് എൻ്റെ അഭിപ്രായത്തിൽ. വചനമാണ് ദൈവം ലോകത്തെ ഉളവാക്കിയ വചനമാണ്. വചന ശുശ്രൂഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ പ്രാധാന്യമുണ്ട് ഗാനങ്ങൾ. വചനം ഒരു വിഷയം നമ്മൾ പ്രസംഗം കേട്ട് ഒരു പക്ഷേ മറന്നു പോകാം. എന്നാൽ ഗാനം നമ്മളോട് ഇന്ന് സംവാദിച്ചുകൊണ്ടിരിക്കും. ഗാനത്തിൻ്റെ പ്രത്യേകത അതാണ്. ആ ഗാനം വീണ്ടും പാടി നമ്മളെ ആശ്വസിക്കുകയും നമ്മളെ ഭക്തിയിൽ ബലപ്പെടുകയും ചെയ്യും. പ്രസംഗത്തിനും സ്ഥാനമുണ്ട്, പാട്ടിനും സ്ഥാനമുണ്ട്. രണ്ടും തീർച്ചയായും പരസ്പരം പൂരകങ്ങളാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ടൊക്കെ ആയിരിക്കും വേദപുസ്തകത്തിൽ ഇപ്പോഴും പല ഗാനങ്ങളും ചേർത്തിട്ടുള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും. ഇന്ന് ഈ ഗാന ശുശ്രൂഷ രംഗം അതിൻ്റെ ഗ്രൂപ്പുകളുടെ ഒരു ആധിക്യമുണ്ട്. പ്രത്യേകിച്ച് വിവാഹ ശുശ്രൂഷകളിലൊക്കെ ഗായക സംഘത്തിൻ്റെ വളരെയധികം സാന്നിധ്യം, ആധിക്യമെന്ന് പറയുന്ന ഒരു കാലയളവാണ്. സാറിൻ്റെ വോയിസ് ഓഫ് സെറാഫ് അത്തരത്തിൽ വിവാഹ ശുശ്രൂഷകളിലും മരണ സന്ദർഭങ്ങളിലൊക്കെ പാടുന്ന ഒരു ഗായക സംഘമാണല്ലോ. എന്താണ് സാറിന് അതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്? ചില സഭകളൊക്കെ ഇനി ഗായക സംഘങ്ങൾ പാടണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ്. സാറിൻ്റെ അഭിപ്രായം എന്താണ്? എങ്ങനെയാണ് ഈ കൂദാശകളിൽ ഗായക സംഘത്തിനെ അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കാനായിട്ട് കഴിയുക? നമ്മുടെ തിരുവചനം പരിശോധിച്ചാൽ നമ്മുടെ ആരാധന എന്ന് തുടങ്ങിയോ അന്ന് മുതൽ സംഗീതത്തിന് ആരാധന വലിയ സ്ഥാനമുണ്ട്. ദാവീദും ശലോമോൻ രാജാവൊക്കെ ഗായക സംഘത്തിന് നേതൃത്വം കൊടുത്തവരും ഗായക സംഘാംഗങ്ങൾക്ക് വലിയ പദവി കൊടുത്തവരുമാണ് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. 5 വർഷം പഠിച്ചവരെ തിരഞ്ഞെടുത്ത് പാടിക്കുക, അവർക്ക് ക്വാർട്ടേഴ്സ് കൊടുക്കുക, വേതനം കൊടുക്കുക എന്നൊക്കെ നമ്മുടെ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഗായക സംഘം ഉണ്ടാകുന്നത് നല്ലതാണ്. പക്ഷേ ഗായക സംഘങ്ങൾ എന്ന് പറയുന്നത് ആരാധനയുടെ ആ പവിത്രതയും അന്തസ്സത്തെയും അറിഞ്ഞുള്ള ദൈവാനുഭവത്തിൽ വേണം അവരുടെ ഗാനങ്ങൾ അവതരിപ്പിക്കാൻ. അവതരണമല്ല, അത് ഒരു അനുഭവമാണ്. അതിൻ്റെ അതിപ്രസരണം പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ആരാധനയ്ക്ക് ചേരാത്ത വിധത്തിൽ നമ്മൾ പാട്ട് പാടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പോൾ ഗായക സംഘം വൈദികരോട് ചേർന്ന് തീർച്ചയായിട്ടും ശുശ്രൂഷയിൽ പങ്കെടുക്കണം. തീർച്ചയായിട്ടും അതിൻ്റെ അതിപ്രസരണമാണ് തീർച്ചയായിട്ടും ഇന്നത്തെ പ്രശ്നം. ഇതിന് ഈ ആരാധനയുടെ അന്തസത്വം അതിൻ്റെ പവിത്രത അറിയാത്തവർ അത് കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസമാണ് ചിലപ്പോൾ ചിലയിടത്തൊക്കെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇന്ന് മ്യൂസിക്കൽ തെറാപ്പി എന്ന് പറയുന്ന ഒരു തെറാപ്യൂട്ടിക്കൽ ബ്രാഞ്ച് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആശുപത്രികളിലൊക്കെ അതിൻ്റെ ഭാഗമായി ഗാനങ്ങൾ രോഗികളെ കേൾപ്പിക്കുന്ന സംവിധാനം ഒക്കെ ഉണ്ട്. ഒരു തെറാപ്യൂട്ടിക്കൽ ഇഫക്റ്റ് എന്ന അർത്ഥത്തിൽ
എന്താണ് സാറിന് മ്യൂസിക്കിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്? തീർച്ചയായും അതിൻ്റെ അടിസ്ഥാനം നമ്മുടെ ബൈബിളിൽ തന്നെ ഉണ്ടല്ലോ. ദാവീദിൻ്റെ കാലത്ത് ശൗലിന് ബുദ്ധിഭ്രമം ഉണ്ടാകുമ്പം ദാവീദ് കിന്നരം വായിച്ച് അത് ശമിപ്പിച്ചു നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്ന് കന്നുകാലികൾക്ക് അവരുടെ ഫാമുകളിൽ അവരെ മ്യൂസിക് കേൾപ്പിക്കുന്നുണ്ട്. മൃഗങ്ങൾക്ക് പോലും മ്യൂസിക് ആസ്വാദ്യകരമാണ്. എത്രയോ പേര് അത്യാസന നിലയിൽ രോഗത്തോട് മല്ലടിക്കുമ്പോൾ ക്രിസ്തീയ ഗാനങ്ങൾ, ഭക്തി ഗാനങ്ങൾ കേട്ട് ആശ്വാസം പ്രാപിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു വൈദ്യശാസ്ത്രം തന്നെ ആയിട്ട് രൂപപ്പെട്ടു വരികയാണ്. ഓക്കെ സാറിപ്പോൾ ജീവിതത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. മീനിങ് സാർ അധ്യാപകനായിരുന്നു. സാർ ഈ അടുത്ത സമയത്ത് റിട്ടയർ ചെയ്തു. സാറിന് തുടർന്നുള്ള ജീവിത കാലയളവിൽ ഈ സംഗീതവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രവർത്തിക്കണമെന്നാണ് സാറ് താല്പര്യപ്പെടുന്നത്? എന്തെങ്കിലും പ്രത്യേകമായൊരു പദ്ധതി സാറിൻ്റെ മനസ്സിലുണ്ടോ? എനിക്കൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എൻ്റെ കർത്താവിൻ്റെ മഹത്തായ പദ്ധതിയുടെ ഭാഗമാകുക. അന്ത്യത്തോടും പാടി പാടി നിത്യതയിൽ എനിക്ക് കർത്താവിനെ പാടി സ്തുതിക്കണം. അതിന് കിട്ടുന്നൊരു സംതൃപ്തിയും സന്തോഷവും അതിന് വില ഇടാനൊക്കില്ല. എൻ്റെ ആഗ്രഹം അത് മാത്രമേ ഉള്ളൂ. പാടി തന്നെ മരിക്കുക, പാടി തന്നെ ജീവിക്കുക, നിത്യതയോടും ജീവിക്കുക, കർത്താവിനെ സ്തുതിക്കുക, സ്വർഗീയ ഗായക സംഘത്തിലെ ഒരു ഗായകാംഗമായിട്ടിരിക്കുക. എൻ്റെ ആഗ്രഹം. ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ഗാനം രചിക്കുകയും ഗാനം പാടുകയും ചെയ്ത സാറിൻ്റെ ആഗ്രഹം തീർച്ചയായും വളരെ ആഗ്രഹിക്കത്തക്കതാണ്. ഞങ്ങളും പ്രേക്ഷകരും പ്രാർത്ഥിക്കുകയാണ് സാറിൻ്റെ ആഗ്രഹം അനുസരിച്ച് നിത്യതയോളം പാടി നിത്യതയുടെ ഗായക സംഘത്തിൽ ഒരു സമുന്നത സ്ഥാനിയായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അഭിമുഖത്തിൽ മലങ്കര ദർശനു വേണ്ടി സമയം കണ്ടെത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. പ്രേക്ഷകരുടെ നാമത്തിൽ, മലങ്കര ദർശൻ്റെ നാമത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഈ അഭിമുഖം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സാറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗാനം അറിയാം. എല്ലാ ഗാനങ്ങളും സാറിന് പ്രിയപ്പെട്ടതാണെന്നറിയാം. എന്നാൽ അല്പം കൂടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നതും ഇപ്പോൾ പാടണമെന്ന് മനസ്സ് മന്ത്രിക്കുന്നതുമായ ഒരു ഗാനം പ്രേക്ഷകർക്ക് വേണ്ടി പാടി നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. നന്ദിയല്ലാതൊന്നും ചൊല്ലുവാനില്ലെന്റെ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ, സ്തോത്രമല്ലാതെന്തു പാടുവാനാണു ഞാൻ വല്ലഭൻ വൻകൃപ ഓർത്തിടുമ്പോൾ, സ്തോത്രമല്ലാതെന്തു പാടുവാനാണു ഞാൻ വല്ലഭൻ വൻകൃപ ഓർത്തിടുമ്പോൾ, നന്ദിയല്ലാതൊന്നും ചൊല്ലുവാനില്ലെന്റെ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ, സ്തോത്രമല്ലാതെന്തു പാടുവാനാണു ഞാൻ വല്ലഭൻ വൻകൃപ ഓർത്തിടുമ്പോൾ, സ്തോത്രമല്ലാതെന്തു പാടുവാനാണു ഞാൻ വല്ലഭൻ വൻകൃപ ഓർത്തിടുമ്പോൾ. ചോദിക്കും മുൻപന്റെ ആവശ്യമോരോന്നും നന്നായി അറിയുന്ന പാലകൻ താൻ, ചോദിക്കും മുൻപന്റെ ആവശ്യമോരോന്നും നന്നായി അറിയുന്ന പാലകൻ താൻ, ആഗ്രഹിക്കുന്നതിൽ അത്യന്തമായി പരൻ ആശ്ചര്യമോടെ നടത്തുകയാ, ആഗ്രഹിക്കുന്നതിൽ അത്യന്തമായി പരൻ ആശ്ചര്യമോടെ നടത്തുകയാ, നന്ദിയല്ലാതൊന്നും ചൊല്ലുവാനില്ലെന്റെ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ, സ്തോത്രമല്ലാതെന്തു പാടുവാനാണു വല്ലഭൻ കൃപ ഓർത്തിടുമ്പോൾ, സ്തോത്രമല്ലാതെന്തു പാടുവാനാണു വല്ലഭൻ കൃപ ഓർത്തിടുമ്പോൾ.